കുട്ടികളുടെ ഇൻറ്റൻസിറ്റി നടക്കണം. അപ്പോൾ സ്റ്റാഫ് മീറ്റിംഗ് കൂടിയപ്പോൾ കുട്ടികൾക്ക് ഉച്ചവരെയല്ലേ ഉള്ളൂ, റിഫ്രഷ്മെൻറ്റ് കൊടുക്കാമെന്ന് ആലോചിച്ചു. ഒരു നാരങ്ങ വെള്ളം കൊടുക്കാം, വെയിലൊക്കെ അല്ലേ, ഒപ്പം തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് കടി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആദ്യത്തെ ദിവസം ഒരു പഴമയൊക്കെ ഉള്ളൊരു പലഹാരം കൊടുക്കാം, ഒരു കോഴിക്കോട്ട. നമ്മൾ സാധാരണ ഓശാന ദിവസങ്ങളിലാണല്ലോ ഈ കോഴിക്കോട്ട കഴിക്കുക. നാടൻ പലഹാരമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. രണ്ടാമത്തെ ദിവസം ഇന്ന ഐറ്റം, മൂന്നാമത്തെ ദിവസം ഇന്ന ഐറ്റം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ആദ്യത്തെ ദിവസം ഗ്രേസ് ഫസ്റ്റിന് കുട്ടികൾക്ക് 10:30 ബ്രേക്ക് വന്നപ്പോൾ കോഴിക്കോട്ടയും വെള്ളമൊക്കെ സ്റ്റാഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി നിന്നു. ഈ കുട്ടികൾ വരിയായി നിൽക്കുന്ന നേരത്ത് ടേബിളിൽ ഇങ്ങനെ കോഴിക്കോട്ട ഒരുക്കി വെച്ചിട്ടുണ്ട്, വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളിങ്ങനെ, ചെറിയ കുട്ടികളിങ്ങനെ വരിയായി വന്ന് വെള്ളം എടുക്കുന്നു. എല്ലാവരും വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോട്ടെ ചില ആളുകൾ വന്ന് ഇങ്ങനെ നോക്കും. നമ്മൾ സമരിയക്കാരൻ്റെ ഉപമയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ലേവായൻ ആ വഴി വന്നു, അവനെ കണ്ടിട്ട് മറുഭാഗത്ത് കൂടെ പോയി എന്ന് പറഞ്ഞോട്ട് ഈ കോഴിക്കോട്ടനെ കണ്ടിട്ട് ചില ആൾക്കാർ ആ മറുഭാഗത്തോടെ പോയി. കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചധികം കോഴിക്കോട്ട ബാക്കി വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കിയ പണ്ടത്തെ ഒരു സാഹചര്യം ഒന്നല്ല. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ സൗകര്യങ്ങളായി വളരെ സെലക്റ്റീവാണ് നമ്മുടെ കുട്ടികളൊക്കെ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾ അവർ ഈ സാൻഡ്വിച്ചും ബർഗറും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കൂടുതൽ കഴിക്കുന്നതും. ഈ പഴമയിലുള്ള വീടുകളുണ്ടാക്കുന്ന ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കുട്ടികളൊക്കെ മാറ്റി വെച്ച് തുടങ്ങി. ഈ അവധിക്കാലം ഒരു അറിവിൻ്റെ കാലമാണ്. നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മുടെ മക്കളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. വിദ്യാലയത്തിൽ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് അറിവുകൾ വെച്ച് വിളമ്പുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിലാണ്. പണ്ടൊക്കെ കാരണവന്മാർ നമ്മളോട് പറയല്ലേ, വീട്ടിലെന്താണ് വെച്ച് വിളമ്പുന്നത് അതൊക്കെ കഴിക്കാൻ പഠിക്കണം. പ്രത്യേകിച്ചും പെൺകുട്ടികളോടൊക്കെ പറയും, നാളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാം ഇങ്ങനെ കഴിച്ച് പഠിക്കണമെന്ന് പറയും. ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതിനേക്കാളും ഉപരി നമ്മളിങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ വളരെ സെലക്റ്റീവ് ആകുമ്പോൾ മറുഭാഗം കൂടിയുണ്ട്. ഇതൊന്നുമില്ലാത്തവരുണ്ട്, ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, നമുക്ക് കിട്ടുന്ന ഓരോരോ അവസരങ്ങളാകട്ടെ, അതൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. ദൈവം സമൃദ്ധമായി അവധിക്കാലം അറിവിൻ്റെ കാലമാക്കി മാറ്റാൻ, കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.